വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കുറച്ച് പരിപാടികളാണ്. ഇവിടെ കാണുന്ന ഈ കൊട്ടാരല്ലേ, അതൊന്ന് നേരാക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പതിവ് പോലെ എന്റെ ജോലി ഞാൻ വളരെ മനോഹരമായി ചെയ്തു. ഞാനാണ് ഇവിടുത്തെ ക്യാമറമാനുവിനെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഭാർഗവി നിലയത്തിൽ ക്യാമറമാനുവിന്റെ ആവശ്യമുണ്ടോ എന്ന്? ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ എന്റെ അടുത്തുള്ള പണിയെടുക്കാൻ പറയില്ലോ. അപ്പൊ ഞാൻ അതിനുവേണ്ടി ക്യാമറമാനുവായിട്ട് നടന്നു. അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒട്ടനവധി തിരച്ചിലുകൾക്കൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ സാധനമാണ് ഉപ്പുപ്പാന്റെ റേഡിയോ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതിന് ഫ്രണ്ടും ബാക്കും മാത്രമേ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് പൊളിച്ചെടുത്ത് ഓപ്പറേഷൻ നടത്തി പിന്നെയും കുളിപ്പിച്ച് സെറ്റാക്കി. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. എന്താ അതിനൊരു ശുഷ്കാന്തി? വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്ക്? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. മൂപ്പരെ ചന്ദ്രിക സോപ്പിട്ടൊന്നും കുളിപ്പിച്ചില്ല, കാരണം മൂപ്പർക്ക് റിയാന്നുള്ള ഫ്രണ്ട് ഇല്ല. ആരെങ്കിലും വേണ്ട റെക്കമെൻഡ് ചെയ്യാൻ. അങ്ങനെ മൂപ്പര് ഒരു ഫോട്ടോഷൂട്ടും നമ്മൾ നടത്തി. ഇനി കാണാൻ പോണ സാധനം ബോംബിട്ട് പൂരം നടത്തിയപ്പോൾ ഉണ്ടായ കുഴിയല്ല, മറിച്ച് തെങ്ങിന്റെ തല പോയപ്പോൾ മൊത്തത്തിൽ അടിച്ചുപോയി ആ കുഴിയാണ്. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. ഇതിവിടെ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ഭാർഗവി നിലയം സെറ്റായി. ഇതാണ് നമ്മുടെ ഭാർഗവി നിലയത്തിന്റെ ഉള്ള്. ഇന്റീരിയർ ഒന്നും അത്ര ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശരിയാക്കാനും പോയില്ല കേട്ടോ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അപ്പൊ അടുത്ത ചീറ്റിയ പ്ലാനുമായി ഞാൻ വരാം. ഓക്കെ, ബൈ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.